മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധ സെബസ്ത്യാനോസിനെ ഇന്നും നമ്മൾ ഓർക്കുന്നു. ഈ അൾത്താരയിൽ ഓർത്ത് പ്രാർത്ഥിക്കും. എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ജീവിച്ച് ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ ഇത്ര നാള് നമ്മളെ ഓർക്കുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം. എന്നാൽ ഈ സെബസ്ത്യാനോസിനെ ഇന്നും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളും സെബസ്ത്യാനോസും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ വചനം അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ദൈവത്തിന്റെ മുമ്പിലും ദൂതന്മാരുടെ മുമ്പിലും ഞാനും ഏറ്റുപറയും. വിശുദ്ധ സെബസ്ത്യാനോസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയാൻ വേണ്ടി തന്റെ ജീവിതം ത്യജിച്ചു എന്നുള്ളതാണ്. എനിക്ക് മനുഷ്യരുടെ മുമ്പിൽ, എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ എൻ്റെ ദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കാൻ, ദൈവത്തെ ഏറ്റുപറയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഉള്ളൊരു ജീവിതമാണെങ്കിൽ എന്നെയും ഈ ലോകം ഓർക്കും. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ജീവിക്കുന്നു, എൻ്റെ കാര്യങ്ങൾ നടത്തുന്നു, ഞാൻ എൻ്റെ സുഖം അന്വേഷിക്കുന്നു, എൻ്റെ സുഖത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നു, ആ സുഖങ്ങളുടെ ലോകത്ത് മാത്രം ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയെയും ഈ ലോകം പിന്നെ ഓർക്കില്ല, ദൈവവും ഓർക്കില്ല. അതുകൊണ്ട് സെബസ്ത്യാനോസിനെ പോലെയും മനുഷ്യരുടെ മുമ്പിൽ ധീരതയോടെ കർത്താവിനെ ഞാൻ അനുഭവിച്ച വിശ്വാസം ഏറ്റുപറയാൻ നമുക്ക് സാധിക്കട്ടെ.